നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കനത്ത മഴയെ തുടർന്ന് ബ്രേക്കിട്ടപ്പോൾ റോഡിൽ തെന്നിമാറിയ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മതിലിലിടിച്ചു. കാണിപ്പയ്യൂർ കെംടെക് അക്വ സ്ഥാപനത്തിന് മുമ്പിൽ ബുധനാഴ്ച രാവിലെ 8:40ഓടെയാണ് അപകടമുണ്ടായത്. അറ്റം കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന കളത്തിപ്പറമ്പിൽ എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകട സമയത്ത് പ്രദേശത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു. മഴയത്ത് പെട്ടെന്ന് ബ്രേക്കിട്ടതോടെ ബസ് റോഡിൽ നിന്ന് തെന്നിമാറുകയായിരുന്നു. നിയന്ത്രണം വിട്ട ബസ് സമീപത്തെ മതിലിലിടിച്ചാണ് നിന്നത്. ഇടിയുടെ ആഘാതത്തിൽ റോഡരികിലുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റും തകർന്നിട്ടുണ്ട്. അപകടത്തിൽ 2 യാത്രക്കാർക്ക് നിസാര പരിക്കേറ്റു. ബസിന്റെ മുൻഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചു. രാവിലെ തിരക്കുള്ള സമയത്താണ് അപകടമുണ്ടായതെങ്കിലും വലിയൊരു ദുരന്തം ഒഴിവായി. അപകടത്തെ തുടർന്ന് റോഡിൽ വലിയ ഗതാഗതക്കുരുക്കുണ്ടായി. വിവരമറിഞ്ഞ് കുന്നംകുളം പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനുള്ള മേൽനടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ കഞ്ചാവ് കടത്താൻ ശ്രമിച്ച 2 പേരെ കുന്നംകുളം പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടി. കുന്നംകുളം ചൊവ്വന്നൂർ മാന്തോപ്പ് സ്വദേശി കരിയടത്ത് വീട്ടിൽ സനൽ, മലപ്പുറം നന്നമുക്ക് പള്ളിക്കര സ്വദേശി അണ്ടനാത്ത് വീട്ടിൽ മുബഷിർ എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്ന് രാവിലെ 5 മണിയോടെയായിരുന്നു സംഭവം. ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ വെച്ചാണ് പ്രതികളെ പിടികൂടിയത്. സ്വിഫ്റ്റ് കാറിലാണ് ഇവർ കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത്. പോലീസ് വാഹനം കൈകാണിച്ചെങ്കിലും നിർത്താതെ പോയ പ്രതികൾ പിന്നാലെ എത്തിയ പോലീസുകാർ സഞ്ചരിച്ച വാഹനത്തിൽ തങ്ങളുടെ കാറിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ രാകേഷിന്റെ വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. പിടിയിലായ പ്രതികളിൽ നിന്നും ഏകദേശം 35 കിലോയോളം കഞ്ചാവാണ് കണ്ടെടുത്തത്. ബാംഗ്ലൂരിൽ നിന്നാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പ്രതികൾ മൊഴി നൽകി. പിടിയിലായ സനൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ആന്റി സോഷ്യൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. നിലവിൽ പ്രതികൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ടൗൺ ഹാളിൽ നടന്നുവരുന്ന ലോകകപ്പ് ഫുട്ബോൾ ബിഗ് സ്ക്രീൻ പ്രദർശനം തടയാനെത്തിയ തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞ് പ്രതിഷേധം. പ്രദർശനത്തിന് ടൗൺ ഹാൾ സൗജന്യമായി അനുവദിച്ചതിനെതിരെ തദ്ദേശ വകുപ്പ് വീണ്ടും ഉത്തരവിട്ടതിനെ തുടർന്നായിരുന്നു നടപടി. വൈകിട്ട് 6 മണിയോടെയാണ് നഗരസഭാ സെക്രട്ടറി ചുമതലയുള്ള മുനിസിപ്പൽ എഞ്ചിനീയർ നിഷ പി ദേവദാസ്, ജനറൽ സൂപ്രണ്ട് AB റെനു, റവന്യൂ ഓഫീസർ VJ ബിന്ദു എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ടൗൺ ഹാൾ അടയ്ക്കാനെത്തിയത്. എന്നാൽ സ്ക്രീനുകളും മറ്റും അഴിച്ചുമാറ്റാൻ പ്രതിഷേധക്കാർ സമ്മതിച്ചില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നാളെ കേസ് പരിഗണിക്കാനിരിക്കെ 1 ദിവസം കൂടെ പ്രദർശനത്തിന് അനുമതി നൽകണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഇതിനിടയിൽ പ്രദർശനം നിർത്തിവെക്കണമെന്ന ഉത്തരവ് ഉദ്യോഗസ്ഥർ ഹാളിലെ വാതിലിൽ പതിച്ചു. ഇതിനുശേഷവും പ്രതിഷേധക്കാർ വാതിലിനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതോടെ ഉദ്യോഗസ്ഥർക്ക് മടങ്ങേണ്ടി വന്നു. ടെമ്പിൾ പോലീസ് SHO വിനോദ് വലിയാറ്റൂരിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും സ്ഥലത്തുണ്ടായിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് ബലം പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ നീക്കം ചെയ്യാതിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഉദ്യോഗസ്ഥർ മടങ്ങിയതിന് പിന്നാലെ പതിവ് പോലെ പ്രദർശനം തുടരുകയും ചെയ്തു. നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ GSA എന്ന സംഘടനയാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. പ്രദർശനത്തിന് ടൗൺ ഹാൾ സൗജന്യമായി അനുവദിച്ചതിൽ വിയോജിപ്പുണ്ടെന്ന് കാണിച്ച് തദ്ദേശ വകുപ്പ് നേരത്തെ നൽകിയ കത്ത് പ്രദർശനത്തെ അനിശ്ചിതത്വത്തിലാക്കിയിരുന്നു. പിന്നീട് കൗൺസിൽ തീരുമാനം നടപ്പാക്കാമെന്ന് കാണിച്ച് വകുപ്പ് തന്നെ കത്ത് നൽകിയതോടെയാണ് പ്രദർശനം ആരംഭിച്ചത്. എന്നാൽ 4 ദിവസം പിന്നിടുമ്പോഴാണ് ടൗൺ ഹാൾ സൗജന്യമായി നൽകുന്നത് നിർത്തിവെക്കണമെന്ന് കാണിച്ച് വീണ്ടും തദ്ദേശ വകുപ്പ് കത്ത് നൽകിയത്. വിഷയം സർക്കാർ തലത്തിൽ തീരുമാനമാകും വരെ ഉത്തരവ് നടപ്പാക്കണമെന്നും തദ്ദേശ പ്രിൻസിപ്പൽ ഡയറക്ടർ ജൂൺ 17-നകം ഇതു സംബന്ധിച്ച അഭിപ്രായം അറിയിക്കുമെന്നുമാണ് കത്തിൽ പറയുന്നത്. ദുർഗന്ധം വമിക്കുന്ന ഹോട്ടൽ മാലിന്യം ഒഴുക്കിവിടുന്നതായി പരാതി. താഴത്തെ അക്കിക്കാവിലുള്ള ഹോട്ടലിൽ നിന്നുള്ള മാലിന്യം ഹോട്ടലിന് സമീപത്തു തന്നെയുള്ള ഓപ്പൺ ടാങ്കിലേക്ക് തുറന്നുവിട്ടതിൽ സമീപത്തെ ബ്യൂട്ടി പാർലർ ഉടമ ആരോഗ്യവകുപ്പിന് പരാതി നൽകി. അതീവ ദുർഗന്ധം വമിക്കുന്ന മലിനജലമാണ് ഹോട്ടൽ അധികൃതർ ഒഴുക്കിവിടുന്നത്. സാംക്രമിക രോഗങ്ങൾ പകരുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നടപടിക്കെതിരെ പഞ്ചായത്തും ആരോഗ്യവകുപ്പും ഉടൻ നടപടിയെടുക്കണമെന്ന് ബ്യൂട്ടി പാർലർ ഉടമ ഷീബ പറഞ്ഞു. ഹോട്ടലിന്റെ പിറകുവശത്തെ പറമ്പിലും മലിനജലം ടാങ്കുകളിൽ കെട്ടിനിൽക്കുന്നതായും പരാതിയിൽ പറയുന്നു. ശക്തമായ മഴയിലും കാറ്റിലും ചങ്ങരംകുളം മൂക്കുതല കാഞ്ഞൂർ ആലിൻ ചുവട്ടിൽ റോഡരികിൽ നിന്നിരുന്ന ഭീമൻ ആൽമരം കടപുഴകി റോഡിലേക്ക് വീണു. ബുധനാഴ്ച രാവിലെ 8:15ഓടെയാണ് സംഭവം. അപകടത്തിൽ ആളപായമില്ല. മരം റോഡിനു കുറുകെ വീണതിനെ തുടർന്ന് ചങ്ങരംകുളം പുത്തൻപള്ളി ചേലക്കടവ് ഭാഗങ്ങളിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ്, പോലീസ്, KSEB ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ സ്ഥലത്തെത്തി.
ഫിഫ ലോകകപ്പ് 2026 കുന്നംകുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ബോയ്സിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. എന്റെ ലക്ഷ്യം ലഹരിയേക്കാൾ വലുതാണ് എന്ന സന്ദേശമുയർത്തിയാണ് വിദ്യാർത്ഥികൾ അണിനിരന്ന റാലി നടത്തിയത്. വൈകിട്ട് 3 മണിക്ക് കുന്നംകുളം ബോയ്സ് സ്കൂളിന് മുമ്പിൽ നിന്നാരംഭിച്ച ബോധവൽക്കരണ റാലി നഗരം ചുറ്റി മുനിസിപ്പൽ ജംഗ്ഷൻ, ഗുരുവായൂർ റോഡ്, പഴയ ബസ് സ്റ്റാൻഡ് വഴി സഞ്ചരിച്ച് തിരിച്ച് സ്കൂൾ പരിസരത്ത് സമാപിച്ചു. ഫിഫ ലോകകപ്പിന്റെ ഭാഗമായി കേരളത്തിൽ നടപ്പിലാക്കുന്ന മില്യൺ തൂഫാൻ ഗോൾസ് അറ്റ് ഫിഫ വേൾഡ് കപ്പ് എന്ന പരിപാടിയുടെ ഭാഗമായാണ് റാലി സംഘടിപ്പിച്ചത്. കായികരംഗത്തോടുള്ള ആഭിമുഖ്യം വളർത്തുന്നതിനോടൊപ്പം യുവതലമുറയെ ലഹരി എന്ന വിപത്തിൽ നിന്നും അകറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബോധവൽക്കരണ പരിപാടി പൂർത്തിയാക്കിയത്. റാലിക്ക് അധ്യാപകർ നേതൃത്വം നൽകി. മരത്തങ്കോട് MPM UP സ്കൂളിൽ മില്യൺ തൂഫാൻ ഗോൾ 2026 പരിപാടിക്ക് തുടക്കമായി. ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം കടങ്ങോട് പഞ്ചായത്ത് മെമ്പർ ശങ്കരനാരായണൻ നിർവഹിച്ചു. പ്രധാനാധ്യാപകൻ ഫാദർ സജി കുളങ്ങാട്ടിൽ സ്വാഗതം പറഞ്ഞു. സ്കൂളിലെ കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനും കുട്ടികളിൽ കായിക വിനോദങ്ങളോടുള്ള താൽപ്പര്യം വളർത്തുന്നതിനും ലഹരി ഉപയോഗം ഒഴിവാക്കാനുമാണ് കിക്ക് ഓഫ് 2026 പരിപാടി സംഘടിപ്പിച്ചത്. സാമൂഹ്യ പ്രവർത്തകനായ വിജയൻ മാസ്റ്റർ ലോകകപ്പ് ഫുട്ബോൾ ക്വിസ് കോമ്പറ്റീഷൻ, തൂഫാൻ ഗോൾ കിക്ക് ഓഫ് എന്നിവയ്ക്ക് നേതൃത്വം നൽകി. കടങ്ങോട് പഞ്ചായത്ത് മെമ്പറും PTA പ്രസിഡന്റുമായ അബ്ദുറഹീം ആശംസകൾ നേർന്നു. വ്യത്യസ്ത രാജ്യങ്ങളുടെ ജേഴ്സികൾ അണിഞ്ഞ് ആവേശത്തോടെയാണ് വിദ്യാർത്ഥികൾ കളി കാണാനും പിന്തുണയ്ക്കാനും ഗ്രൗണ്ടിലെത്തിയത്. ഫുട്ബോൾ ക്വിസിൽ 1ഉം 2ഉം സ്ഥാനം കരസ്ഥമാക്കിയ നിഹാലിനെയും ബിലാലിനെയും അനുമോദിച്ചു. സ്പോർട്സ് കൺവീനർ PB അനു, റിൻസി, സോന, മറ്റധ്യാപകരായ സീനത്ത്, ലിന, ജിന, സ്റ്റെഫി, സ്നേഹ, ഷെമീറ, ഡെയ്സി, ലിജിൻ പി ചാക്കോ എന്നിവർ നേതൃത്വം നൽകി. DYFI 16ാമത് ജില്ലാ സമ്മേളനത്തിന് എരുമപ്പെട്ടിയിൽ തുടക്കമായി. ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ പതാക ഉയർത്തിയതോടെയാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിന് തുടക്കമായത്. 18 ബ്ലോക്ക് കമ്മിറ്റികളിൽ നിന്നായി 400ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. ലോകകപ്പ് 2026ന്റെ ആവേശത്തിമിർപ്പിൽ ഫിഫ മാനിയ 2026 സംഘടിപ്പിച്ച് കുന്നംകുളം പ്രൊഫിൻസ് റെസിഡൻഷ്യൽ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ വേൾഡ് കപ്പ് ആവേശത്തിന്റെ ഭാഗമായി പെനാൽറ്റി ഷൂട്ടൌട്ട്, സൗഹൃദ ഫുട്ബോൾ മത്സരം, ജേഴ്സി ഫെസ്റ്റ് എന്നിങ്ങനെയുള്ള ആഘോഷ പരിപാടികൾ ക്യാമ്പസ് ടർഫിൽ സംഘടിപ്പിച്ചു. അധ്യാപകരായ ആൽഫിൻ സി ജോസ്, സാബിത്ത്, ഫവാസ്, അഡ്വക്കേറ്റ് ലിജേഷ്, MC കൃഷ്ണദാസ്, ജെയ്സൺ ലൂക്കോസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് NSS VHSS സ്കൂളിൽ ഫിഫ വേൾഡ് കപ്പിന്റെ ഭാഗമായി 1 മില്യൺ തൂഫാൻ ഗോൾ സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ GP ശ്രേയസും ഹെഡ് മിസ്ട്രസ് വീണ വേണുഗോപാലും ഫുട്ബോൾ കിക്ക് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ രാജ്യങ്ങളുടെ ജേഴ്സി അണിഞ്ഞ കുട്ടികൾ ഗോളടിച്ചു. സ്കൂൾ കായികാധ്യാപകൻ J. അച്ചു നേതൃത്വം നൽകി. ചരമം. കുന്നംകുളം ഗേൾസ് ഹൈസ്കൂളിന് സമീപം ചെറുവത്തൂർ പരേതനായ ഇട്ടൂപ്പ് മകൻ വിൽസൺ നിര്യാതനായി. 65 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടത്തും. പരേതയായ ജെസി ഭാര്യയും വിനിൽ, ജിൻസി എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.